ഹായ് ഫ്രണ്ട്സ്, സബിയുടെ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഇന്ന് റിലീസ് ചെയ്ത സിനിമകളും ഇന്ന് രാത്രി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്ന സിനിമകളും ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളുമാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം നമുക്ക്. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഇപ്പോൾ വയനാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടേക്ക് സഹായങ്ങൾ പല സ്ഥലത്തുനിന്ന് എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിൻ്റെ ഒരു ഭാഗമാവാൻ ശ്രമിക്കുക. എന്താ പറയുക, എല്ലാവരും പിന്നെ വയനാട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് വന്നിട്ടുള്ളത് നോക്കാം. അതിലൊന്നാമത്തത് ഒരു സീരീസാണ്, ഒരു ഇംഗ്ലീഷ് സീരീസാണ്. ഡ്യൂൺ പാർട്ട് 2 എന്നാണ് സീരീസിൻ്റെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഭാഷയിൽ ഇതിനു മുമ്പേ റിലീസ് ചെയ്തതാണ് ഈ ഒരു സിനിമ. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷ കൂടാതെ തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാഠി ഭാഷകളായിട്ട് ഈ ഒരു സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം ജിയോ സിനിമയിൽ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ഒരു തെലുങ്ക് സിനിമയാണ്. രക്ഷണ എന്നാണ് ഈ ഒരു ക്രൈം ത്രില്ലർ സിനിമയുടെ പേര് വരുന്നത്. തെലുങ്ക് സിനിമയാണ്. ആഹാ തെലുങ്ക് വഴി ഇന്ന് രാത്രി 12 ശേഷം ഈ ഒരു സിനിമ റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ശേഖർ ഹോം എന്ന് പറഞ്ഞൊരു സീരീസിൻ്റെ ഒരു അപ്ഡേറ്റ് ആണ്. ഒരു ഹിന്ദി സീരീസാണ്. ആഗസ്റ്റ് മാസം 14 ജിയോ സിനിമ വഴിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ മാത്രമായിട്ട് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തത് ഒരു സീരീസാണ്, ഒരു തെലുങ്ക് സീരീസാണ്. നമ്മുടെ തൃശ്യൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സീരീസാണ്. ബൃന്ദ എന്നാണ് ഈ ഒരു ക്രൈം ത്രില്ലർ സീരീസിന്റെ പേര് വരുന്നത്. സോണി ലീവ് വഴിയാണ് ഈ ഒരു സീരീസ് റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ ഭാഷകളായിട്ട് സോണി ലീവിൽ ഈ ഒരു സീരീസ് നാളെ രാത്രിയോടെ, അതായത് ആഗസ്റ്റ് മാസം 2 അവർ റിലീസ് ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. സാധാരണ സോണി ലീവിൽ ഒരു സിനിമ റിലീസ് ചെയ്താൽ ഡേറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുമ്പേ തന്നെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ രാത്രിയോടുകൂടി തന്നെ ഈ ഒരു സീരീസ് റിലീസ് ചെയ്യുന്നതാണ്. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ കണ്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് റിവ്യൂ എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. ഞാൻ വെയിറ്റ് ചെയ്യുന്ന ഒരു സീരീസാണ്. ട്രെയിലറൊക്കെ കണ്ട സമയത്ത് നല്ലൊരു ട്രെയിലറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഒരുപാട് കാലമായിട്ട് എല്ലാവരും കാത്തിരുന്ന ഒരു സിനിമയായിട്ട് പിന്നെ മറന്നൊരു സിനിമയായിരുന്നു ഏജന്റ് എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ മമ്മൂക്ക പ്രധാന വേഷം കൈകാര്യം, മമ്മൂക്ക അതുപോലെ തന്നെ അഖിൽ അക്കിനിയൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഒരു തെലുങ്ക് മൂവിയായിരുന്നു. തിയേറ്ററിൽ വൻ പരാജയം നേരിട്ട സിനിമയായിരുന്നു. അപ്പോൾ ഈ ഒരു സിനിമയുടെ TV റിപ്പ്, അതായത് തെലുങ്ക് വേർഷനല്ല ഹിന്ദി വേർഷനാണ്. ഹിന്ദി വേർഷന് TV റിപ്പ് ഇപ്പോൾ സൈറ്റുകളൊക്കെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം അടുത്തത് ഒരു മലയാള സിനിമയുടെ അപ്ഡേറ്റ് ആണ്. ഗർ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് അതുപോലെ തന്നെ കുഞ്ചാക്കോവനൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. തിയേറ്ററിൽ ഒരു പരാജയം നേരിട്ട സിനിമയാണ്. ഈ ഒരു സിനിമയുടെ OTT റൈറ്റ്സ് ഡിസ്നി+ ഹോട്ട്സ്റ്റാർ ആണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ആഗസ്റ്റ് മാസം അവസാനത്തോടു കൂടി ഈ സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാർ റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഏഷ്യാനെറ്റിൽ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ ഈ ഒരു സിനിമ ഡിസ്നി+ ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമ്മുടെ ദിലീപേട്ടൻ്റെ പവി കെയർടേക്കർ എന്ന സിനിമയുടെ അവസ്ഥ. പിന്നെ കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ട് കുറേ ദിവസമായി. പക്ഷേ ഇതുവരെ അവർ മനോരമ മാക്സിൽ ഇതുവരെ അവർ റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പം തന്നെ ഒരു നടന്ന സംഭവം എന്ന് പറഞ്ഞ സിനിമ ഇപ്പം ആഗസ്റ്റ് മാസം 9 റിലീസ് ചെയ്യുന്ന പറഞ്ഞ ഒരു അപ്ഡേറ്റ് പുറത്തു വിട്ടു. അപ്പോഴും പവി കെയർടേക്കറിൻ്റെ അപ്ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ മഴവിൽ മനോരമയിൽ ഓണം സ്പെഷ്യലായിട്ട് ഈ ഒരു സിനിമ സംപ്രേഷണം ചെയ്യുന്നുണ്ടെന്നുള്ള അപ്ഡേറ്റുകൾ പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ നമുക്ക് മനോരമ മാക്സിൽ ഈ ഒരു സിനിമയുടെ റിലീസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ മാസം, അതായത് ആഗസ്റ്റ് മാസം ലാസ്റ്റോട് കൂടി തന്നെ ഈ സിനിമയുടെ റിലീസ് നമുക്ക് മനോരമ മാക്സിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഷെയ്ൻ നിഗം പ്രധാന വേഷം കൈകാര്യം ചെയ്ത റൊമാൻറ്റിക് കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു ലിറ്റിൽ ഹേർട്സ് എന്ന സിനിമ. ഈ സിനിമയും തിയേറ്ററിൽ പരാജയമായിരുന്നു. പലരും കമന്റ് ബോക്സിൽ ചോദിക്കാറുണ്ടായിരുന്നു ഈ സിനിമ എപ്പോൾ OTT റിലീസ് ചെയ്യുന്ന കാര്യം. ആമസോൺ പ്രൈമാണ് ഈ സിനിമയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് രാത്രിയോ അല്ലെ നാളെ രാത്രിയോട് കൂടിയ ഈ സിനിമയുടെ റിലീസ് നമുക്ക് സർപ്രൈസ് റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ആമസോൺ പ്രൈമിൽ. അപ്പോൾ ഇന്ന് രാത്രിയോ അല്ലെ നാളെ രാത്രിയോ ഈ സിനിമയുടെ റിലീസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും അപ്ഡേറ്റുകളാണ്. ഈ ഒരു ലിസ്റ്റിൽ ഏതൊക്കെ സിനിമകൾക്കും സീരീസുകൾക്കാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും